Hello guys, welcome back to my channel Sandwich Media. At another interesting episode of plants. മച്ചന്മാരെ ഇന്നെത്തിയിരിക്കുന്നത് ഒരു ബോൺസായി വീഡിയോ ആണ്. ബോൺസായി വീഡിയോ എന്ന് വെച്ചാൽ കോക്കനട്ട് ബോൺസായി അഥവാ തെങ്ങ് കൊണ്ടൊരു ബോൺസായി. തെങ്ങ് കൊണ്ട് ബോൺസായി, തെങ്ങ് കവുങ്ങ് എന്നിവ കൊണ്ട് ബോൺസായി വളരെ റിസ്ക് ആണ്. കാരണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്. ഒരു തെങ്ങ് നട്ടൊരു ബോൺസായി ആയി വരാൻ ഒരുപാട് കാലം വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ കാണിക്കുന്നതൊക്കെ എല്ലാം ഉടായ്പ പരിപാടി. ഉടായ്പെന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു ബോൺസായി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ രണ്ട് രീതി ബോൺസായി ചെയ്യാൻ പറ്റും കേട്ടോ. രണ്ട് രീതി ബോൺസായി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്, ഒന്ന് നമുക്ക് പൊടിച്ചു വരുന്ന തേങ്ങയിൽ ആ ചിരട്ടയൊക്കെ അതിനകത്ത് വെച്ചുകൊണ്ട് ചിരട്ടയുടെ മുകളിൽ പിടിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. ബോൺസായി കുറിച്ച് താല്പര്യമുള്ളവരായിരിക്കുമല്ലോ ഭൂരിഭാഗം പേര് ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ബോൺസായി ചെയ്യാൻ പറ്റും. ചിരട്ടയ്ക്കകത്ത് സെറ്റ് ചെയ്തുകൊണ്ട് അത് കുഞ്ഞിലെ എടുത്ത്. രണ്ടാമതൊരു ബോൺസായി തെങ്ങ് കൊണ്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു ബോൺസായി ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നാച്ചുറലായിട്ട് വളരുന്ന നാച്ചുറലായിട്ട് തെങ്ങുകൾ വളരാനുള്ള, ആർട്ടിഫിഷ്യലായിട്ട് വളരാറില്ല. അങ്ങനെ ഒരു ഗുമ്മിന് വേണ്ടി അങ്ങ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞതാണ്. അപ്പം നമ്മുടെ പുരയിടത്തിലൊക്കെ എവിടെയെങ്കിലൊക്കെ നട്ടേക്കുന്ന തെങ്ങ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും തെങ്ങും പുരയിടത്തിലൊക്കെ വീണ് കിടക്കുന്ന തേങ്ങ പൊടിച്ചുണ്ടാകുന്നല്ലേ. ചിലരെ തെങ്ങും പുരയിടത്തിലൊക്കെ വീണ് കിടക്കും കേട്ടോ. ഏതൊരു സിനിമയിൽ ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പുരയിടത്ത് വീണ് കിടക്കുന്ന തേങ്ങ പറക്കി വിറ്റാൽ മതി എനിക്ക് ജീവിക്കാനെന്ന്. എന്നാരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തേങ്ങ പറക്കി വിറ്റ് ജീവിക്കാനും പറ്റത്തില്ല, തൊണ്ട് പറക്കി വിറ്റ് ജീവിക്കാനും പറ്റത്തില്ല, തെങ്ങ് കൃഷി നടത്തി ജീവിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ പുരയിടത്തിൽ അങ്ങനെ തേങ്ങ വീണ് കിടന്ന് മുളയ്ക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പുരയിടത്തിലൊക്കെ നട്ടേക്കുന്ന ചില തെങ്ങ് തൈകളുണ്ട്. വർഷങ്ങളായിട്ട് അവിടെ തന്നെ നിൽക്കും. അധികം വെട്ടം കിട്ടാത്ത പ്രദേശം, വെള്ളം കാണത്തില്ല, സൂര്യപ്രകാശം കിട്ടത്തില്ല. അതുകൊണ്ടൊക്കെ അവിടെ കിടന്ന് വലിയ വളർച്ചയില്ലാത്ത തെങ്ങ് തൈകളുണ്ട്. അങ്ങനെ ഒരു തെങ്ങ് തൈയാണ് നമുക്ക് ഇതിനായിട്ട് ആദ്യം ഒപ്പിക്കേണ്ടത്. വളരെ തടമെടുത്ത് ഭയങ്കര രീതിയിൽ പന പോലെ വളരുന്ന തെങ്ങ് എടുത്തുകൊണ്ട് വന്ന്, വലിയ തെങ്ങും തേങ്ങ എടുത്തുകൊണ്ട് വന്നാൽ നമുക്ക് വീട് വയ്ക്കാനേ പറ്റത്തുള്ളൂ. അത് മുറിച്ച് വീട് വയ്ക്കാനേ പറ്റത്തുള്ളൂ, ബോൺസായി ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഒരു ഐഡിയ ഉണ്ടല്ലോ, നമുക്ക് ചെടിച്ചട്ടിയിൽ നടാൻ പറ്റുന്ന പരുവത്തിലുള്ള ഒരു തെങ്ങ് തൈ, അതാണ് ആദ്യം നമുക്ക് ഒപ്പിക്കേണ്ടത്. എന്തായാലും നമ്മുടെ ക്യാമറാമാൻ ഉണ്ണി എത്തിയിട്ടില്ല, അവ എത്തുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു നമ്മുടെ ട്രൈപോഡിലൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വീഡിയോയുടെ ആ ഇൻട്രോ ഒക്കെ എടുക്കുന്നത്, ഈ ഭാഗം വരെ എടുക്കുന്നത്. അപ്പോൾ ഈ ഉണ്ണി എത്തിയാൽ ഉണ്ണി ക്യാമറ പിടിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ രീതി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ, ടാർഗറ്റ് എന്നാണ് പറയുക, ടാർഗറ്റ് തന്നെ. ആദ്യത്തെ നമ്മുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ വലിയ വളർച്ചയില്ലാതെ എന്നാൽ കുറച്ചൊരു 1-2 വർഷം പഴക്കമുള്ള തെങ്ങ് തൈ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് തേടി പിടിക്കണം. അപ്പോൾ മച്ചന്മാരെ ഇവിടെയൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി നടക്കുകയാണ് കേട്ടോ. ആദ്യം നാട്ടുകാരുടെ പുരയിടത്ത് നോക്കാം, അതാണല്ലോ നമ്മുടെ ഒരു പരിപാടി. സ്വന്തം പുരയിടത്തിൽ പിന്നെ നോക്കാം. തെങ്ങല്ലേ, ഇപ്പോൾ നാട്ടുകാരെ പുരയിടത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഒരു മുള്ളൊക്കെ ഉണ്ട് കേട്ടോ, എന്തോ ഒരു ചെടിയാണ്, എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ കണ്ടോ, കഴിഞ്ഞ ദിവസം ഭയങ്കര മഴയില്ലായിരുന്നോ നമ്മുടെയൊക്കെ? നിങ്ങളെവിടെ എല്ലായിടത്തും ഒരു കേരളത്തിൽ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നല്ല രീതി മഴ പെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. ഈ പുരയിടത്തിലൊക്കെ വെള്ളം കയറി കിടക്കുകയാണ്. ഇനി നമ്മുടെ ഈ ഗ്രാമീണതയുടെ ആംബിയൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള കാഴ്ചയാണേ. എത്രത്തോളം ഫലവത്താവുമെന്നൊന്നും അറിയത്തില്ല, ഒരു ഗുമ്മിനങ്ങ് പറഞ്ഞു വെച്ച്. ടണ്ടടാങ്, അയ്യോ ഒരു ടണ്ടടം വിട്ടുപോയി കേട്ടോ. നമ്മുടെ സ്ഥിരം ടണ്ടട ഉണ്ടല്ലോ, നമ്മുടെ തേപ്പ് കരണ്ടി. ഇന്ന് തേപ്പ് കരണ്ടിയും കൊണ്ടല്ലേ ഇറങ്ങിയേക്കുന്നത്. ടണ്ടടാങ്, അയ്യോ ക്യാമറ പോയി ചതച്ചാശാനെ. ഇല്ലില്ല, കാണുന്നുണ്ട്. നൈഫാണ് കേട്ടോ. കാരണം ഈ നൈഫിൻ്റെ ഒരു ആവശ്യമുണ്ട് നമ്മുടെ ഈ ബോൺസായി ഹണ്ടിങ്ങിന്. ഇന്നത്തെ ഈ ബോൺസായി ഹണ്ടിങ്ങിന് ഹണ്ടിങ് എന്ന് പറയാൻ പറ്റത്തില്ല, പെരേടത്ത് നിന്ന് പോയി ബോൺസായി മോഷണത്തിന്. നാട്ടുകാർ നട്ടേക്കുന്ന തെങ്ങും തൈ പോയി അടിച്ചു മാറ്റി കൊണ്ടുവരുന്നതിനെ മോഷണമെന്നല്ലേ പറയാൻ പറ്റൂ. നാട്ടുകാരൊന്നുമല്ല കേട്ടോ, നമ്മുടെ പെരേടത്തിലോട്ട് പോകുന്നുണ്ട്. എങ്കിലും ഇവിടെയൊക്കെ നോക്കാം. അപ്പോൾ ഈ ആംബിയൻസ് ഇഷ്ടപ്പെടുന്നവരൊന്ന് കണ്ടോളൂ. അയ്യോ മച്ചന്മാരെ കണ്ടോ, പൂള ചലിയോ കണ്ടോ, തോട് നിറഞ്ഞൊഴുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഇതിലെ ഇങ്ങ് വെള്ളം കയറിയതാണ് കേട്ടോ. ഇതിലേ ഇങ്ങനെ വെള്ളം കയറി ഒഴുകിയതാണ്. അങ്ങോരെ കയറിയായിരുന്നു, അല്ല അങ്ങോരെ കയറിയെന്ന് പറഞ്ഞിട്ട് തള്ളെത്തി കൂടിപ്പോ. അപ്പോൾ അങ്ങോരെ പോയിട്ടില്ല, ഇതുവരെ വെള്ളം കയറി ഒഴുകിയതാണ് കേട്ടോ. അവിടെ ഒരു തെങ്ങ് നിൽപ്പുണ്ട് കേട്ടോ, പക്ഷേ വേണ്ട, അത് നല്ല രീതിയിൽ വളരുന്ന തെങ്ങല്ലേ. അത് കുഴപ്പമില്ല കേട്ടോ, അത് ഞങ്ങളുടെ മൂത്തച്ഛൻ്റെ പുരയിടമാണ്. അപ്പോൾ അവിടെ നിന്ന് എടുക്കുന്നില്ല, അതെന്തായാലും വേണ്ട. നോക്കാം, കിട്ടും നമുക്ക്. ഇവിടെ നിൽക്കുന്നത് ഭയങ്കര അപകടമാണ് കേട്ടോ ഗൈസ്. കാരണം കണ്ടോ, ഈ കാല് വെച്ചേക്കുന്ന സ്ഥലം കണ്ടോ, ഇവിടെ നിന്ന് അങ്ങ് വീണ് കഴിഞ്ഞാൽ തോട്ടിലാണ്. ഭയങ്കര ഒഴുക്കാണ് കേട്ടോ, വെള്ളം ഭയങ്കരമായിട്ട് ഒഴുകുകയാണ്. അതുകൊണ്ട് ഈ മഴയുള്ള സമയത്തൊന്നും ആരും പ്ലാൻ ഹണ്ടിങ്ങിനങ്ങ് ഇറങ്ങുകയും ചെയ്യരുത്.
പ്രത്യേകിച്ച് ഈ വെള്ളമുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരാളും കൂടെ വേണം. മച്ചന്മാരെ ഇൻട്രോ കണ്ടു വന്നൊരു വ്യത്യാസമുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. നമ്മൾ തെങ്ങിൻ്റെ ബോൺസായിക്ക് വേണ്ടിയാണ് ഇറങ്ങിയതെങ്കിൽ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് കാര്യം കുറേ നേരം അലഞ്ഞിരുന്നിട്ട് കാര്യം മനസ്സിലായി. തെങ്ങിൻ തൈ കിട്ടുന്നത് എളുപ്പമല്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മളിവിടെ നേരത്തെ എവിടെയെങ്കിലും തെങ്ങിൻ തൈ കണ്ടെത്തിയിട്ട് വന്നതാണ്. ഇവിടെ നമ്മുടെ പുരയിടത്ത് വന്നപ്പോഴത്തേക്ക് അച്ഛൻ പുരയിടത്ത് നിൽക്കുന്നു. അപ്പോൾ ഇവിടെ എന്തായാലും തെങ്ങിൻ തൈ എടുത്ത് നടക്കത്തില്ല. അപ്പോൾ തെങ്ങിൻ്റെ അതേ പ്രൊസീജിയറാണ് ഞാൻ എവിടെ പറഞ്ഞിരുന്നതിനൊക്കെ തോന്നുന്നു, പറഞ്ഞൊന്നുമില്ല. തെങ്ങല്ലെങ്കിൽ കവുങ്ങ് കേട്ടോ. കവുങ്ങിൻ്റെ ബോൺസായി തെങ്ങിൻ്റെ ബോൺസായി എങ്ങനെയാണോ ഉണ്ടാക്കുന്നത്, തെങ്ങ് ബോൺസായി എങ്ങനെ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെയാണ് കവുങ്ങ് ബോൺസായി. അപ്പോൾ കവുങ്ങ് നമുക്ക് നമ്മുടെ പുരയിടത്തിൽ ആവശ്യം പോലെ തൈകൾ നട്ടിട്ടുണ്ട്, കുറേ പൊടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം മൂട് തടിയായി തുടങ്ങിയ ഒരു കവുങ്ങാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല മൂട് ഇത്തിരി വണ്ണമായൊരു കവുങ്ങാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എക്സ്ട്രീംലി സോറി, ആദ്യം കേട്ടതെല്ലാം ഒന്ന് മാച്ച് കളഞ്ഞു നോക്കും. എല്ലാം മാച്ച് കളയണ്ട, നമ്മൾ ബോൺസായി ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് പരിപാടി. തെങ്ങെന്നുള്ളത് കവുങ്ങായി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഒരു കവുങ്ങിൻ്റെ മൂട്ടിലോട്ട് പോകാം. അച്ഛന്മാരെ ഭയങ്കര സൗണ്ട് കേട്ടോ, ഈ വെള്ളം ഒഴുകുന്നതിന് സൗണ്ടാണ് കേട്ടോ. എങ്കിലും ഞാൻ കുറച്ചുകൂടെ സൗണ്ടിൽ പറയാം, അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ കവുങ്ങ് കണ്ടോ, ഇവിടെ നമ്മുടെ ഉണ്ണി ഇങ്ങോട്ട് അടുത്തോട്ട് കാണിച്ചേ, ഇതുണ്ടോ, ഇതാണ് നമ്മളിന്ന് എൻ്റെ മൂട് ഞാൻ എടുത്ത് കാണിക്കാം. അപ്പോൾ ഈ കവുങ്ങ് ഞാൻ ആദ്യം പുഴുകയാണ്. ആ പുഴുകുന്ന വീഡിയോ നിങ്ങൾ അത് ലെങ്ത് കൂടിപ്പോകും കേട്ടോ. അപ്പോൾ അത് പുഴുതിട്ട് ബാക്കി പറയാം. അച്ഛന്മാരെ അപ്പോൾ നമ്മളൊരു കവുങ്ങ് കേട്ടോ, അടിപൊളിയൊരു കവുങ്ങ് ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഇതിൻ്റെ ബോൺസായുടെ പ്രോസസ്സ് തുടങ്ങുന്നത്. അതിന് മുമ്പ് കവുങ്ങ് കാണിച്ചു തരാം. ഉണ്ണി നോക്കി, ഇതുണ്ടോ, നമ്മൾ കുറച്ച് വേരൊക്കെ പൊട്ടി പോയിട്ടുണ്ട്, പക്ഷേ പ്രശ്നമില്ല. ഉണ്ണി ഞാൻ വേര് കാണിക്കുന്നത് കിട്ടുന്നുണ്ടല്ലോ, അല്ലേ, ഇത് പൊട്ടി പോയി, അത് പ്രശ്നമില്ല, കാരണം ഒരുപാട് വേരുള്ളതാണല്ലോ കവുങ്ങിന്. ഇനി കണ്ടോ, ഇതാണ് തടി. ഇത്രയും ഭാഗം തടി ആയിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് പൊളിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. തടി ആയിരിക്കും, അല്ലെങ്കിൽ തടി ആവാനുള്ള തുടക്കമായിരിക്കാം. അപ്പോൾ ഇത് പക്ഷേ ഇത് നമ്മൾ ആദ്യം പ്രസ്സായിട്ട് ഇനി പിറകോട്ടൊന്ന് ഇവിടെ ഉണ്ണേനെ കിട്ടട്ടെ. അപ്പോൾ ഇത്രയും വലിയ കവുങ്ങിനെ എങ്ങനെ ബോൺസായി ആക്കും ചേട്ടാ എന്ന് സംശയമുള്ളവർ, ഇനി ഞാൻ പറയാം. ഇതിൻ്റെ ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏകദേശം ഈ ആദ്യം ഈ ഓലകളെല്ലാം ഒന്ന് കട്ട് ചെയ്യാം. ഈ ഓലകൾ ഓരോന്നിട്ട് ഓലയുടെ ഇവിടെ വെച്ച് തന്നെ ഞാൻ കട്ട് ചെയ്യണം. തെങ്ങാണെങ്കിലും ഇത് തന്നെ കേട്ടോ, തെങ്ങാണെങ്കിലും ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഓലകൾ ഓരോന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം. ഇത്രയും നല്ല കട്ട് ചെയ്യാനുള്ളത് ഞാൻ ഒരു ഐഡിയ വരുത്താൻ വേണ്ടി ഒന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഈ ഭാഗം ഇവിടെ വെച്ച് ഒടിഞ്ഞ് പോകരുതെങ്കിൽ പണിപാളി. യെസ്, ഇതിൻ്റെ ഓരോ ഇതാണ് ഇതിൻ്റെ പ്രധാന തരം. ഇത് നമ്മൾ ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്ത് പോകണം. കാര്യം എന്താ, താഴോട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും തോറും മുകളിൽ വെയിറ്റ് കിടന്നാൽ ഒടിഞ്ഞു പോകും. അതുകൊണ്ട് ആ ഭാഗവും ആ നാമ്പും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിടണം. കണ്ടോ, ഇതിനാണ് നമ്മൾ ഇന്നത്തെ പുതിയ ടണ്ടട എടുത്തത് കേട്ടോ, നൈഫ് എടുത്തത്. യെസ്, ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇത്രയും നീളം നമുക്ക് വേണ്ട, ഇത്രയും വെച്ച് കട്ട് ചെയ്യും. അതായത് ഇവിടെ ഇത്ര കുറേശ്ശെ ഒറ്റയടിക്ക് നിങ്ങൾ ഇത്രയും വെച്ച് കട്ട് ചെയ്യാൻ നിൽക്കരുത്, ഘട്ടം ഘട്ടമായിട്ട്. അപ്പോൾ ഇതങ്ങ് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ നൈഫ് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളൊരു ഇരുമ്പെടുക്കാം. അതാണ് ഇരുമ്പ്. ഇതെടുത്ത് നമ്മളൊന്ന് മുറിക്കുകയാണേ. അപ്പോൾ ഇതെന്നിട്ട് നമ്മൾ ഉണ്ടോ ഇങ്ങനെ കുറേ ചെല്ലേ പതിയെ, ഇത് നല്ല ക്ഷമ വേണ്ട പരിപാടിയാണ്. കാരണം ഇതുകൂടെ വെച്ച് നമ്മളെ കട്ട് ചെയ്യണം. കാരണം ഇത് നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഈ പൊടിപ്പ്, ഈ നടുക്കുള്ള ഭാഗം ഇവിടെ, അത് പ്രത്യേകിച്ച് ഇവിടെ ചെളിയോ മണ്ണങ്ങ് പറ്റാതെ ഇപ്പോഴേ സൂക്ഷിക്കുകയും വേണം നമ്മൾ. എന്നിട്ട് ഇവിടെ ഇതുവരെയാണ്, ഈ ഭാഗം വരെയാണ് തടിയുള്ളത്. അവിടെ നമ്മളൊന്ന് ഇതൊന്നും കൂടെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മുറിക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ സക്സസ് നമ്മുടെ എന്താണ് ഇതിൻ്റെ കണക്കിരിക്കും. നമ്മുടെ പേഷ്യൻ്റ് എന്ന് വെച്ചാൽ രോഗിയല്ല, നമ്മുടെ ക്ഷമ കണക്കിരിക്കും. വളരെ സൂക്ഷിച്ച് ഇങ്ങനെ ഓരോന്നും കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. യെസ്, അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതുപോലെ നമ്മൾ ഇത് കുറേ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അവസാനം വീഡിയോയിൽ കാണിച്ചു തരാം. മച്ചാന്മാരെ കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മുടെ ബോൺസായിക്ക് എടുക്കുന്ന നമ്മുടെ കവുങ്ങ്. കണ്ടോ, ഇത് പൊളിച്ച് ഏകദേശം ഇത് നല്ല ക്ഷമ വേണം കേട്ടോ. കാരണം നമ്മൾ ഭയങ്കര ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ ഇവിടം വെച്ച് ഒടിഞ്ഞു പോകും. ഇവിടം വെച്ച് കട്ട് ചെയ്ത് പോകും. ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൊടിക്കത്തില്ല. അറിയാമല്ലോ, തെങ്ങോ പന കവുങ്ങ് പോലുള്ളതിൻ്റെ മണ്ട പോയി കഴിഞ്ഞാൽ പിന്നെ പൊടിച്ച് വരുന്ന ശിഖരത്തിൽ ഒന്ന് പൊടിക്കുന്നതല്ല. ഉണ്ണി ക്യാമറ കുറച്ച് മൂത്ത് പോയി, അങ്ങനെ. അപ്പോൾ എഴുതാം, ഉണ്ണി ഒന്ന് അടുത്ത് കാണിച്ചേ കേട്ടോ. ഇതാണ് നമ്മുടെ ബോൺസായി ആക്കാൻ പോകുന്ന കവുങ്ങ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ, അവിടെ ചെളി പറ്റരുത്. കാരണം ഇത് അണുബാധ ഉണ്ടാകും. അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാലും പെട്ടെന്ന് ഇത് പോകും. കാരണം വളരെ സോഫ്റ്റ് ടിഷ്യൂ ആണ് ഇനിയുള്ളത്. ഹാർഡായിട്ടുള്ള എല്ലാം നമ്മൾ മാറ്റി. അപ്പോൾ ഇത് നമ്മൾ ഇനിയും നമ്മൾ ഇതാണ്
ഒരു ബോൺസായി ചട്ടി. തൽക്കാലം ബോൺസായി ചട്ടി നമ്മൾ ഏത് പ്ലാന്റ് നടുന്ന പോലെ സാധാരണ ചെടിച്ചട്ടിയിലോട്ട് തന്നെയാണ് നടുന്നത്. പക്ഷേ കവുങ്ങ് ആയതിനാൽ തന്നെ കവുങ്ങും തെങ്ങും നടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് കുറച്ചുകൂടെ വിസ്താരമുള്ള ചട്ടിയിൽ വേണം നടാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലെ മണ്ണങ്ങും ക്ലീൻ ചെയ്യുന്നില്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. ഇതിനകത്ത് കുറച്ച് വേരുകൾ കട്ട് ചെയ്ത് കളയും. അപ്പോൾ കുറച്ച് വേരോടെ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ കട്ട് ചെയ്ത് കളയും. എന്നിട്ട് ചെടിച്ചട്ടിയിലോട്ട് നടാം. ചെടിച്ചട്ടി നടുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് പരുവം, കണ്ടല്ലോ. അപ്പോൾ കവുങ്ങ് എടുക്കണം. നമ്മുടെ ഇതിൻ്റെ തടി കണ്ടോ, ഇപ്പോൾ തന്നെ ഇത്രയും തടിയുണ്ട്. ഇതിനകത്ത് ഈ ഭാഗം ഇരിക്കുന്ന ഇത് ഇനി തടിയായിട്ട് മാറും. ഈ ഭാഗം തടിയായിട്ട് മാറും. പക്ഷേ അത് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അത് കുറച്ചുകൂടെ ഒരു പോളയും കൂടെ ഇളക്കി കളയും. അപ്പോൾ ഇത് കാണാൻ അടുത്ത് കാണിച്ചു കൊണ്ടേ, കാണാൻ ഗുമ്മായിട്ടല്ലേ അല്ലേ? ഇനി എന്നെ കാണിക്കും. അപ്പോൾ കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഇത് ഒരു ചെടിച്ചട്ടിയിൽ ഇനി പൊടിച്ച് വരുന്ന ഇലകൾ, ഈ വലുതായിട്ട് നമ്മൾ ഇത്രയൊക്കെ വെച്ച് കട്ട് ചെയ്ത് അത്രയും വലിയ ഓലകളായിപ്പോൾ. ഇനി ഇതിൽ നിന്ന് വരുന്ന ഇലകൾ വളരെ ചെറുതും പിന്നെന്താണ് ഇതിന് ആവശ്യം ഒരു ബോൺസായി ലുക്ക് ഉണ്ടാവും. അപ്പോൾ ഇല ഉണ്ടാകുന്നതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കും. ഇതെന്തായാലും ഇനി നമ്മൾ ചെടിച്ചട്ടിയിലോട്ട് നടുകയാണ്. ചെടിച്ചട്ടിയിലോട്ട് നടുന്നതും കൂടെ ഈ വീഡിയോയിൽ ഇന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് വേരുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണ്ടേ. ബോൺസായി ആക്കാൻ വേണ്ടി എടുത്ത് നമ്മുടെ കവുങ്ങുണ്ട്. ഇനി നമ്മുടെ ഇതിനോട് ചെടിച്ചട്ടി ഒരു വലിയ അത്യാവശ്യം വലിയ ചട്ടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ എന്താണ് ഈ വലിയ കല്ലുകൾ അല്ലെങ്കിൽ തൊണ്ട് ചെറുതായിട്ട് കണ്ടിച്ച് വെച്ചാലും മതി. വലിയ കല്ലുകൾ ഈ നമ്മുടെ ഇടണം. കാര്യം എന്തറിയാമോ, അല്ലെങ്കിൽ മണ്ണെല്ലാം കൂടെ അടിഭാഗത്ത് ചെന്നിട്ട് അവിടെ കട്ടി പിടിച്ചു. പിന്നെ ഇതിനകത്ത് ഇറിഗേഷൻ കറക്റ്റ് എന്താണ് ഡ്രൈനിങ് ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ ഡ്രൈനിങ് ഓഫ് വാട്ടറിൽ വെള്ളം വാർന്നു പോകത്തില്ല. എന്താണ് നമ്മുടെ ഇറിഗേഷൻ നമ്മുടെ വെള്ളം കൊടുക്കുന്ന സമയത്ത് വാട്ടറിങ് ചെയ്യുന്ന സമയത്ത് അടിഭാഗത്തൂടെ വെള്ളം വാർന്നു പോകത്തില്ല. അപ്പോൾ അതിന് വേണ്ടി ഇനി ഉണ്ടോ ഇതിൻ്റെ ചെടിച്ചട്ടിൻ്റെ അടിഭാഗം കാണില്ല കണ്ടോ. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഈ കണ്ണുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ചുറ്റും നമ്മൾ കുറച്ച് കല്ല് അല്ലെങ്കിൽ തൊണ്ടിട്ട് കൊടുത്താലും മതി. നമ്മളിട്ട് ഇങ്ങനെ കൊടുത്തു കണ്ടോ. ഇപ്പോൾ ആ കണ്ണിൻ്റെ ഭാഗത്ത് ഇനി മണ്ണ് വീണാലും ചുറ്റും കിടക്കേ ഉള്ളൂ. അവിടെ ഒരു ഗ്യാപ്പ് കാണും, വെള്ളം പോകും. ഇനിയാണ് ഇതാണ് കാണിക്കുന്നത്. ഇത് ഞാൻ മണ്ണ് മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിൻ്റെ മിക്സ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെടിക്ക് ഇടുന്നത് തന്നെയാണ്. നമ്മുടെ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്, ചകിരിച്ചോറ് ഇട്ടിട്ടുണ്ട്, പിന്നെ മണൽ മണ്ണ്. ഇതൊരു 50-50 1:1 അനുപാതത്തിൽ തുല്യ അളവിൽ മണ്ണും തുല്യ അളവിൽ മണലും എടുത്ത്. കാരണം ഈ മണലിൽ തെങ്ങൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വളരും, കവുങ്ങും കുഴപ്പമില്ലാത്ത രീതിയിൽ വളരും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇട്ടേക്കുന്നത്, പിന്നെ ഇതിനകത്ത് നമ്മൾ എന്താണ് ഇത് ഇട്ടിട്ടുണ്ട്, കൂൺനാശിനി ഇട്ടിട്ടുണ്ട് കേട്ടോ. കൂൺനാശിനി ഇട്ടിട്ടുണ്ട്. ആ കൂൺനാശിനിയൊക്കെ ഇട്ടിട്ട് ഈ മണ്ണ് ഞാൻ കുറേ നാൾ ഒരാഴ്ച കൊണ്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. കൂൺനാശിനിയൊക്കെ ഇടണമെന്ന് നിർബന്ധമില്ല. ഫംഗസ് വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, പൂപ്പ് വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ചയെങ്കിലും മണ്ണ് മിക്സ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ശ്രദ്ധിക്കണം, 1:1 അനുപാതത്തിൽ നമ്മൾ മണലും മണ്ണും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ചകിരിച്ചോറ്, ചാണകപ്പൊടി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അടുത്ത ചെയ്യുന്ന ഇവരെ നിന്നു. നെക്സ്റ്റ് ഇതിനകത്ത് നമ്മളൊരു കുറച്ച് ഭാഗം ഒരു ലെയർ നമ്മൾ മണ്ണിടുകയാണ്. നമ്മുടെ ചെടിച്ചട്ടിയിൽ ഒരു ലെയർ മണ്ണിട്ട്, ഒരു ലെയർ മണ്ണിട്ടിട്ടാണ് നമ്മളിനി ചെടി നടുന്നത്. ഒരു ലെയർ പോരാ കേട്ടോ, ഒരു ലെയറും കൂടെ ഇട്ട് മണ്ണിട്ടതിന് ശേഷം നമ്മുടെ ഇതെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ മച്ചന്മാരെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഈ സമയത്ത് ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് മണ്ണോ ചെളിയോ അങ്ങനെ എന്തെങ്കിലും അഴുക പറ്റിക്കഴിഞ്ഞാൽ ഇത് കേടൊന്ന് പൂപ്പലൊന്ന് ഫംഗസ് ഒന്ന് പോകും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ ഇതെടുത്ത് ഞാൻ കുറച്ച് പേരെ കട്ട് ചെയ്തില്ല, നേരത്തെ കുറച്ച് പേരോടെ പോയി കഴിഞ്ഞാലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബോൺസായി ആക്കാൻ ഉദ്ദേശിക്കുന്ന ചെടിയെടുത്ത് തീരെ അങ്ങ് ഈ വേര് മുഴുവൻ മണ്ണിൽ കുഴിച്ച് വെക്കരുത്. കാരണം ഇതിൻ്റെ മണ്ടയിൽ ഇനിയും മണ്ണ് വീഴാനുള്ളതാണ് കേട്ടോ. ഇങ്ങനെ വെച്ച് കണ്ടോ, ഉണ്ണി നടത്ത് കാണിര് ഗുമ്മായിട്ടില്ലേ കാരണം ഇത്രയും നല്ല തടി. ഇനി ബാക്കി ഭാഗത്ത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന മിക്സ് വെച്ച് നമ്മൾ മണ്ണിടണം കേട്ടോ. മണ്ണിട്ടൊന്ന് നിറച്ചെടുക്കാം. ഇതിൻ്റെ ചുറ്റും ഒന്ന് ഉറപ്പിച്ച് കൊടുക്കാം കേട്ടോ. മച്ചന്മാരെ ഈ തടി ലെവൽ വരെ നമുക്ക് മതി. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ലെയർ മണലിട്ട് കൊടുക്കും.
അത് ആ ചെളി അങ്ങ് മുകളിൽ കണ്ടു കഴിഞ്ഞാൽ, ആ മണ്ണുള്ള ഭാഗം മുകളിൽ കണ്ടു കഴിഞ്ഞാലേ പെട്ടെന്ന് ചെളി ആകുകയും ചെയ്യും. അത് മാത്രമല്ല ആ ഭാഗത്ത് മണ്ണ് പെട്ടെന്ന് കട്ടി പിടിക്കും. അപ്പോൾ മണ്ണ് കട്ടി പിടിക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്നൊരു ഐഡിയയാണ്, നമ്മൾ ഇട്ട് മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ലെയർ മണ്ണിലിട്ട് കൊടുക്കാം. അപ്പോൾ ഗുമ്മായിട്ടുണ്ടേ. ഇനി ക്യാമറ ഞാനൊന്ന് പിടിച്ച് നോക്കട്ടെ ഇങ്ങനത്തെ. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് നമ്മുടെ കവുങ്ങ് ബോൺസായി. ഇനി ഇതിനകത്ത് ഇവിടെ തീർന്നിട്ടില്ല, പരിപാടി തീർന്നിട്ടില്ല. ഇനിയാണ് ഇതിനകത്ത് പ്രധാന പ്രോസസ് നടക്കുന്നത്. നമ്മൾ ഈ ഭാഗം, ഇതിൻ്റെ ഈ ഭാഗം ഞാൻ പറഞ്ഞു അത്രയും സൂക്ഷിക്കാനുള്ള ഭാഗമാണ് ആ മുകളറ്റം നമ്മൾ പ്ലാസ്റ്റിക് കവർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കുപ്പി കൊണ്ടോ നമ്മൾ മൂടി വയ്ക്കണം. കാരണം അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ കണ്ടോ, എവിടെയൊക്കെ നിൽക്കുന്നുണ്ട്, ഇഷ്ടംപോലെ കോഴിയുണ്ട്, കോഴി ഒന്ന് കൊത്തി തിന്നും. ആ കോഴി കൊത്തി തിന്നാതിരിക്കാനല്ല മൂടുന്നത്, അധികം വെള്ളം ഈ മുകൾ ഭാഗത്ത് വന്നാൽ ജീർണിച്ച് പോകും. അതുപോലെ തന്നെ പൊടിയോ മറ്റ് ഫംഗസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഭാഗം കൂടെ നമ്മളൊന്ന് മൂടി വെക്കണം. അതും കൂടെ നോക്കാം. നമ്മുടെ ഇതിനകത്ത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞേ ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. കാരണം മഴവെള്ളമൊക്കെ കെട്ടി നിന്നാലോ അല്ലെങ്കിൽ ചെളിയൊക്കെ മണ്ണൊക്കെ വീണ ഫംഗസ് വരാം. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ട്രാൻസ്പെറൻ്റ് ആയി ഇതുപോലെ ഒരു ബോട്ടിൽ എടുക്കണം. ട്രാൻസ്പെറൻറ്റ് വേണമെന്നില്ല, പക്ഷേ ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് അഴുകി പോയില്ലേ എന്നൊക്കെ നേരത്തെ അറിയാൻ പറ്റില്ല, അഴുകി പോകാൻ സാധ്യതയില്ല. എന്നിട്ട് ആ ബോട്ടിലെടുത്ത് ഈ ബോട്ടിൽ നമ്മൾ ഇതിനകത്തോട് ഇറക്കി വെക്കും. നാട്ടെങ്ങനെ ഞാൻ ഇറക്കി കാണിച്ചു തരാം. വളരെ സൂക്ഷിച്ച് ഇറക്കാം. നാട്ടെ കണ്ടോ, ഇതുപോലെ ഇറക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറയുമ്പോൾ, ഈ ബോട്ടിലിൻ്റെ സൈഡ്, ഈ കുപ്പിയുടെ ഈ ബോട്ടിലിൻ്റെ സൈഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബോൺസായിയുടെ സാപ്ലിങ്സ് ഉണ്ടല്ലോ, ഈ തൈയുടെ സൈഡിലൊന്നും തട്ടരുത്. ഏറ്റവും മുകൾ ഭാഗത്ത് തട്ടരുത്. കാരണം അവിടെ എന്താണ് ഫംഗസ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത്, ഇവിടെ വെച്ചിട്ട് കുറച്ചുകൂടെ ഇതിൻ്റെ ചുവട്ടിൽ മണ്ണിടുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാണ്ട്, ഇങ്ങനെ വെച്ച് ഇതിൻ്റെ ഒരിക്കലും ചെടിയുടെ മണ്ടയിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ലല്ലോ, കതിരിന്മേൽ വെള്ളം വയ്ക്കുന്നു പറയുന്ന പോലെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൂട്ടിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ചെടിക്ക് വായു കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരുപാട് പേര് ചെയ്ത് പരാജയപ്പെട്ട് പോകാൻ കാരണം എന്താ അറിയുമോ, ഇങ്ങനെ വെച്ച് അങ്ങ് മണ്ണിട്ടൊക്കെ റെഡിയാകും. പക്ഷേ അറിയാം കുറച്ച് പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ബോൺസായി കുറച്ച് അറിവുള്ളവർ ഇങ്ങനെയൊക്കെ ബോൺസായി ഉണ്ടാകും. പല പുതിയ വെറൈറ്റികൾ തേടി നടക്കുന്നവർ ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ഇത് ചെയ്യാനുള്ള ശ്രദ്ധിക്കാൻ കാര്യം, ഈ ചെടി അഴുകി പോകാൻ സാധ്യത കൂടുതലെന്ന് വെച്ചാൽ ഇതിനകത്ത് വായു സഞ്ചാരം വേണം. വായു സഞ്ചാരത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇതിങ്ങനെ എടുത്തതിന് ശേഷം ഈ ബോട്ടിൽ ഇവിടുന്ന് ഈ മുകളിൽ നിന്ന് ഇങ്ങനെ ചരിച്ച് 1-2 കണ്ണിട്ടെടുക്കും. ഇവിടുന്ന് ഇങ്ങനെ കണ്ണിട്ടെടുക്കും. ഇന്ന് സംഭവിക്കും, കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം അകത്തിറങ്ങി അല്ലേ. അപ്പോൾ നമ്മൾ ഇത് തിരിച്ച് ഇവിടെ 1-2 മുകളിലോട്ട് 1-2 കണ്ണിട്ട് കൊടുക്കാം. അപ്പോഴേ സൂക്ഷിക്കണം, കൈ പോകും. യെസ്, അപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടുണ്ട്. ഈ വശത്ത് ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കാം. യെസ്, എന്നിട്ട് ആ ഭാഗം ജസ്റ്റ് ഒന്ന് നമുക്ക് തന്നെ കൈ കൊണ്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് ഞാൻ ഗ്യാപ്പ് ഉണ്ടാക്കി വെച്ചാൽ മതി. കണ്ടോ, ആ ഗ്യാപ്പ്, ഇവിടെ ഒരു ഗ്യാപ്പ്, ഇത്ര മതി. ഈ 2 ഗ്യാപ്പ് മതി. അപ്പോൾ അതിനകത്ത് വെള്ളം വീഴത്തില്ല. സോറി, വെള്ളം വീഴത്തില്ല, നല്ല വായു സഞ്ചാരം ഉണ്ടാവും. ഇനി നമ്മൾ ഇതിനകത്തങ്ങ് ഇറക്കി വെക്കുകയാണ്. സെറ്റായില്ലേ മച്ചന്മാരെ? ഇനി ഒത്തിരി പരിപാടികളുണ്ട്. ഇതിന് ചുറ്റും ഒന്ന് മണലിട്ട് ഉറപ്പിക്കാം, അല്ലെങ്കിൽ കാറ്റൊക്കെ അടിക്കുമ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് മണലിടാം. മച്ചന്മാരെ, നമ്മളതിൻ്റെ മൂട്ടിലൊന്ന് മണ്ണിട്ട് ഉറപ്പിക്കാനായിട്ട്. മണൽ, ഞാൻ ഇവിടെ മണൽ എനിക്ക് തീർന്നു പോയി. അതുകൊണ്ട് ഞാൻ എംസാൻഡ് പാറപ്പൊടിയുടെയാണ്. ഇതൊരു വളത്തിനൊന്നും അല്ലല്ലോ, ഇത് എന്താണ് നമ്മൾ ഇട്ടേക്കുന്ന ഈ വെച്ചേക്കുന്ന ഈ കുപ്പി, ഇത് ഷെയ്ക്ക് ആവാതിരിക്കാനാണ് കേട്ടോ. അയ്യോ, മണ്ണിട്ടപ്പോൾ അല്ല പാറപ്പൊടി ഇട്ടപ്പോൾ നല്ല ഭംഗി. ഓക്കെ, മതിയാവും. അതിൻ്റെ മൂട് നല്ല രീതിയിൽ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കാം കേട്ടോ. സെറ്റ്. ഇനി എന്നെ കാണിക്കുന്നേ, ദൂരോട്ട് എനിക്ക് കാണുന്നുണ്ടല്ലോ അച്ഛന്മാരെ. ഇതാ നമ്മുടെ ബോൺസായി കവുങ്ങ്. നമ്മുടെ ബോൺസായി തെങ്ങെന്നും പറഞ്ഞ് തുടങ്ങി, ബോൺസായി കവുങ്ങിലെത്തി. അതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. എന്താണ്, ഇടയ്ക്ക് നമ്മൾ തെങ്ങെന്ന് പറഞ്ഞാൽ ഇൻട്രോ തുടങ്ങിയത്. പക്ഷേ തെങ്ങ് കിട്ടിയാൽ നമ്മൾ കവുങ്ങിലോട്ട് മാറ്റി. സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്തത്. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ബോൺസായി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇത് നമ്മൾ നേരെ കൊണ്ട് വെയിലത്തങ്ങ് പോയി നമ്മൾ നല്ല ഷെയ്ഡിൽ തന്നെ വെക്കും. പിന്നെ 3-4 ദിവസം എന്തായാലും ഷെയ്ഡ് വെച്ചേക്കും. പിന്നെ ചെറുതായിട്ട് വെട്ടം കിട്ടുന്ന സ്ഥലത്തോട്ട് നമ്മൾ മാറ്റും. നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ഇതിൻ്റെ നാച്ചുറൽ കാലാവസ്ഥ, നാച്ചുറലായിട്ട് വളർന്നൊരു സാധനത്തിൽ നമ്മൾ പോട്ടിലോട്ട് മാറ്റിയതാണ്. അപ്പോൾ വെള്ളത്തിനും വളത്തിനങ്ങ് യാതൊരു കുറവ്, വളത്തിന് ഒരിക്കലും കുറവ് വരത്തില്ല. കാരണം നമ്മൾ നല്ല രീതിയിൽ മാനുവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇറിഗേഷൻ, നന നല്ല രീതിയിൽ വേണം, തണലത്ത് വേണം വെക്കാനുള്ളത്. ഇത് ഏകദേശം ഒരു 10 എനിക്ക് കറക്റ്റ് അറിയാം, 10-14 ദിവസത്തിനകം തന്നെ ഇതിൽ നിന്ന് പുതിയ
നാളെ തന്നെ ഇതിൻ്റെ തൊട്ട് കുറച്ച് ഒരല്പം മുകളിലോട്ട് അതിൻ്റെ മുകളം വരും. അപ്പോൾ ഒരു 10-14 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു ഫസ്റ്റ് ഇല ഒന്ന് പുറത്തോട്ട് വരാൻ ഒരു ശ്രമം നടത്തുമായിരിക്കും. ഇനി വരുന്ന എല്ലാം നല്ല ബോൺസായി പരുവത്തിലുള്ള നല്ല ഇലകളായിരിക്കും. അതിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ പ്രൂണിങ് നടത്താം. പ്രൂണിങ് എന്ന് വെച്ചാൽ ശിഖരം കോതലുള്ള പ്രൂണിങ് അല്ല ഇത്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സൂക്ഷിച്ച് 1-2 ഇലയും കൂടെ വരുമ്പോഴത്തേക്ക് ആ ഇലയും കൂടെ വേണമെങ്കിൽ ഒന്ന് നീക്കം ചെയ്യാം. ആ ഡിപ്പെൻഡ് അപ്പോൾ നിങ്ങളുടെ ഒരു പേഷ്യൻ്റ് നിങ്ങളുടെ ഒരു താല്പര്യമൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അടിപൊളിയായിട്ടൊരു ബോൺസായി നമുക്ക് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ്. കവുങ്ങിൻ്റെയൊക്കെ ബോൺസായി ഞാൻ ഇൻട്രോയിൽ നമ്മുടെ തംബ്നെയിൽ നിങ്ങൾ കണ്ടല്ലോ, അടിപൊളിയായിട്ട് കവുങ്ങും തെങ്ങും നമുക്ക് ബോൺസായി ചെയ്യാൻ പറ്റും. അപ്പോൾ മച്ചന്മാരെ, ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞ് ബോൺസായി വീഡിയോ മീൻസ് കവുങ്ങിൻ്റെയോ തെങ്ങിൻ്റെയോ, കവുങ്ങ് തെങ്ങെന്ന് ഞാൻ വീണ്ടും പറയാം, കാരണം തെങ്ങിൻ്റെ ഇതേ പ്രോസസ്സാണ്. അപ്പോൾ കവുങ്ങ് തെങ്ങ് എന്നിവയൊക്കെ ഉപയോഗിച്ചുള്ള ഇങ്ങനെ ബോൺസായി സെറ്റ് ചെയ്യുന്ന ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളിലോട്ട് എത്തുകയുള്ളൂ. ദിസ് ഈസ് അൻവി സൈനിങ് ഓഫ്.